എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഇയർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റർപ്രണർ ആരാണെന്നും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ എൻ്റർപ്രണേഴ്സിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ആൻ എൻ്റർപ്രണർ? ഒരു എൻ്റർപ്രണറുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റർപ്രണറുടെ ധർമ്മങ്ങളെ കുറച്ച് പോയിന്റ്സായി പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, വളരെ വിശാലമായിട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്ര പോയിന്റ്സ് മാത്രമാണ് എൻ്റർപ്രണറുടെ ഫങ്ഷൻസ്, ഇത്ര കാര്യങ്ങൾ മാത്രമാണ് എൻ്റർപ്രണർ ചെയ്യുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ എൻ്റർപ്രണർഷിപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. എങ്കിൽ തന്നെയും നമുക്ക് കുറച്ച് പോയിന്റ്സായി പറയുകയാണെങ്കിൽ എൻ്റർപ്രണോറിയൽ ഫങ്ഷൻസിന് പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നാമതായി ഇന്നൊവേഷൻ ആണ്. ഇന്നൊവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, പുതുതായി എന്തെങ്കിലും ഒരു ആശയം, ഒരു പുതിയ പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്ഷൻ മെത്തേഡ് ആവാം, അല്ലെങ്കിൽ ഒരു പുതിയ മാർക്കറ്റിംഗ് മെത്തേഡ് ആവാം. എന്തായാലും ഒരു പുതിയ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ ഒരു ആശയം കൊണ്ടുവരുന്ന വ്യക്തിയായിരിക്കണം എൻ്റർപ്രണർ. പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് അതേപോലെ കോപ്പി ചെയ്യുന്ന ഒരാളെ ഒരിക്കലും നമ്മൾക്ക് എൻ്റർപ്രണർ എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളെയാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. രണ്ടാമതുള്ള പോയിന്റ് റിസ്ക് ടേക്കിംഗ് ആണ്. റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ റിസ്ക് ഈസ് പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടസാധ്യതയാണ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മളുടെ ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾക്ക് ഇത്ര രൂപ ലാഭം കിട്ടും അല്ലെങ്കിൽ ഇത്ര രൂപ നഷ്ടം വരും എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഭാവിയിൽ അത് എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഫ്യൂച്ചർ ഇസ് അൺസേർട്ടൻ, ഭാവി എന്താണെന്ന് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടാം, ചിലപ്പോൾ നമ്മൾക്ക് നഷ്ടം വരാം. അപ്പോൾ ആ ഒരു നഷ്ടസാധ്യതയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കൊണ്ടുവേണം ഒരു എൻ്റർപ്രണർ ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഭാവിയിലെ ആ ഒരു റിസ്ക് ടേക്കിംഗ് എന്നുള്ളൊരു ഫംഗ്ഷൻ എൻ്റർപ്രണർ ചെയ്യേണ്ടതുണ്ട്. നഷ്ടസാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയാവണം ഒരു എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമതുള്ള പോയിന്റ്, റിസ്ക് ടേക്കിംഗ്. മൂന്നാമതുള്ള പോയിന്റ് ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഉൽപാദന ഘടകങ്ങൾ 4 ഉണ്ട്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അതായത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങണം, പിന്നീട് കുറച്ച് തൊഴിലാളികളെ നിയമിക്കണം, പിന്നീട് അതിലേക്ക് ക്യാപിറ്റൽ, മൂലധനം ഇറക്കണം, പണം ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ബിസിനസ്സിൽ നിന്നും ലാഭമെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൈവശം ഉണ്ടായാൽ മാത്രം പോരാ, ഇതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് അതിന് പറയുന്നത്. ഓർഗനൈസേഷൻ ബിൽഡിംഗ് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ തുടങ്ങിയ ഉൽപാദന ഘടകങ്ങളെ മാനേജ് ചെയ്യാനുള്ള, ഓർഗനൈസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് കൂടി എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. അതും ഒരു എൻ്റർപ്രണറുടെ ഫംഗ്ഷനാണ്. അപ്പോൾ എൻ്റർപ്രണോറിയൽ ഫംഗ്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞു ഇന്നൊവേഷൻ, 2 റിസ്ക് ടേക്കിംഗ്, 3 ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആയിരിക്കണം എൻ്റർപ്രണർ. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് കൊണ്ടുവരണം. ബിസിനസ്സിൽ പഴയ ആളുകൾ ചെയ്യുന്ന കാര്യം അതേപോലെ കോപ്പി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു എൻ്റർപ്രണർ സക്സസ്ഫുൾ ആവില്ല. പുതിയ പുതിയ ആശയങ്ങൾ, അവരുടേതായിട്ടുള്ള സ്വന്തമായ വ്യക്തിമുദ്രയോടെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളായിരിക്കണം എൻ്റർപ്രണർ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു റിസ്ക് ടേക്കിംഗ്, അതായത് ഫ്യൂച്ചർ ഇസ് അൺസേർട്ടൻ, ഭാവി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, പ്രവചിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മൾക്ക് ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾക്ക് നഷ്ടം വരാം, പല പ്രശ്നങ്ങളും കണ്ടിൻജൻസീസും പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കാം. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം എൻ്റർപ്രണർ. അല്ലാതെ കുറ്റം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും കുറവുകൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പഴിചാരുകയല്ല വേണ്ടത്. നമ്മൾ നല്ല രീതിക്ക് പ്രവർത്തിച്ച് മുന്നേറാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾക്കുണ്ടായിരിക്കണം. റിസ്ക് ടേക്കിംഗ്, അതായത്
ആ ഒരു അൺസർട്ടനിറ്റി, നമ്മളുടെ ഭാവിയിലെ അനിശ്ചിതത്വം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു എൻ്റർപ്രണർക്ക് കഴിയണം. പിന്നെ മൂന്നാമത് പറഞ്ഞു ഓർഗനൈസേഷൻ ബിൽഡിംഗ്. അതിൽ നമ്മൾ പറഞ്ഞത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതായത് സ്ഥലം വാങ്ങണം, അതുപോലെ തൊഴിലാളികളുണ്ട്, പിന്നെ അതുപോലെ മൂലധനം. ഇതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് എൻ്റർപ്രണർക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു എൻ്റർപ്രണർക്ക് വേണ്ട പ്രധാനമായിട്ടുള്ള എൻ്റർപ്രണറുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ കുറേ ഫങ്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ അത് ഓരോന്നായി നമുക്ക് പറയാം. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോഷണൽ ഫങ്ഷൻസ് ആണ്. ഒരു ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അത് നടത്തിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കുറേ ഫങ്ഷൻസ്, അതായത് പ്രൊമോഷണൽ ഫങ്ഷൻസിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്, ആദ്യം വരുന്നത് ഡിസ്കവറി ഓഫ് എൻ ഐഡിയ. ഒരു ബിസിനസ് ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരു ദിവസം പെട്ടെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുന്നേ തന്നെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അതിനുശേഷം മാത്രമാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ, ഒരു ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ഒരു മാർക്കറ്റ് റിസർച്ചും അതുപോലെ പല കാര്യങ്ങളും അന്വേഷണവും എല്ലാം നടത്തി നമ്മൾ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നു. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് നമ്മൾക്കൊരു മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവും എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ, നല്ല രീതിക്ക് ബിസിനസ് ചെയ്യുന്നുള്ളൂ. എന്തായാലും നഷ്ടം വരും എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഒരിക്കലും ഇറങ്ങിത്തിരിക്കില്ല. അപ്പോൾ ആ ഒരു ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ ആണ് ആദ്യം. അതും ഒരു എൻ്റർപ്രണറുടെ ഫംഗ്ഷനായിട്ട് നമ്മൾക്ക് പറയാം. അതുപോലെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിനോടൊപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടൊരു അന്വേഷണം തന്നെ നടത്തണം. ഈ കാര്യങ്ങൾ, അതിനുള്ള റോ മെറ്റീരിയൽസും അതുപോലെ അതിനുള്ള ഫിനാൻസും എല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണോ, നമ്മൾക്ക് അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ അവൈലബിൾ ആണോ, അതുപോലെ ഈ പറഞ്ഞ പോലെ ഫിനാൻസ്, പണം ആവശ്യമാണോ, പണം എല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണോ എന്നെല്ലാം നമ്മൾ മുൻകൂട്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഒരു അന്വേഷണം നടത്തണം. അതുപോലെ വേറൊരു കാര്യമാണ് അസംബ്ലിംഗ് ദ റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കെല്ലാം അവൈലബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ അതിന് പണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് നമ്മൾക്ക് നമ്മളുടെ സ്വന്തം പണം ഉപയോഗിക്കണോ പുറത്തു നിന്നും കടം വാങ്ങണോ എന്നുള്ള കാര്യമെല്ലാം നമ്മൾ തീരുമാനിച്ച് അതിനനുസരിച്ച് ആ ഒരു പണം എല്ലാം ശേഖരിക്കണം. ഇതെല്ലാം ഒരു എൻ്റർപ്രണറുടെ ഫംഗ്ഷനാണ്. ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പണം ആവശ്യമാണ്. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നാണ് പറയുക. ബിസിനസ്സിൻ്റെ ജീവരക്തമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ പണം നമ്മളുടെ സ്വന്തം പണം ഉപയോഗിക്കണോ പുറത്തുനിന്നും കടം വാങ്ങണോ എന്നുള്ള കാര്യമെല്ലാം തീരുമാനിക്കുക, അതെല്ലാം അറേഞ്ച് ചെയ്യുക. പിന്നെ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്, സപ്ലയേഴ്സുമായി കോൺടാക്ട് വേണം, തൊഴിലാളികൾ ആവശ്യമാണ്, അവർക്ക് വേജും സാലറി എല്ലാം ഡിറ്റർമൈൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഒരു എൻ്റർപ്രണർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഉണ്ടാക്കിയ സാധനം വിൽക്കണം. വെറുതെ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒരു എൻ്റർപ്രണറുടെ ഫംഗ്ഷനായിട്ട് പറയാം. അത് ഒരിക്കലും കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, വിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റർപ്രണർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫിനാൻസിങ് ദ പ്രൊപ്പോസിഷൻ. നമ്മളുടെ ബിസിനസ്സിലേക്ക് പണം ഇറക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ സ്വരൂപിച്ച് അത് നല്ല രീതിക്ക് ഇറക്കി നല്ല രീതിക്ക് അതിനെ ബിസിനസ്സിനെ വിജയത്തിലേക്ക് നയിക്കാനായിട്ട് ഒരു എൻ്റർപ്രണർക്ക് കഴിയണം. പിന്നെ ഉള്ള കുറച്ച് ഫങ്ഷൻസ് എന്ന് പറയുന്നത് മാനേജീരിയൽ ഫങ്ഷൻസ് ആണ്. മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളെല്ലാം സ്വരൂപിച്ചു വെച്ചു. എല്ലാം നല്ല രീതിക്ക് ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ ഉപയോഗപ്പെടുത്തി നല്ല രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവും എൻ്റർപ്രണർക്ക് ആവശ്യമാണ്. ഒരു എൻ്റർപ്രണർ എപ്പോഴും ഒരു നല്ല മാനേജർ ആയിരിക്കണം. നമ്മുടെ കയ്യിൽ കുറേ കാര്യങ്ങൾ, കാശും അതുപോലെ കുറേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്തി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ നമ്മൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ആദ്യമായി നമ്മൾ പ്ലാനിങ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ ബിസിനസ് ഭാവിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യണം, എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്തെല്ലാം റിസോഴ്സസ് ഉപയോഗിക്കണം എല്ലാം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ പോയി പരീക്ഷ ചെയ്തല്ലോ ചെയ്യുന്നത്. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യും, ഇന്ന പോലെ പഠിക്കണം, ഇന്ന പോലെ ചെയ്യണം എന്നെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ആണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ്
ബിസിനസ് ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാം പ്ലാൻ ചെയ്യും. വെൽ പ്ലാൻഡ് ആണ്, എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം ചെയ്യണം, എന്നാലാണ് നമ്മൾക്ക് നമ്മുടെ റിസൾട്ട്, നമ്മുടെ ഡിസൈഡ് ഗോൾ, നമ്മുടെ ഒബ്ജക്റ്റീവ്, അതായത് ഇവിടെ പ്രോഫിറ്റ്, ബിസിനസ്സിൽ പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മൾ എല്ലാ കാര്യവും മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പിന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബിസിനസ്സിലുള്ള അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി തീരുമാനിക്കണം. അതായത് അധികാരവും ഉത്തരവാദിത്വവും. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഓരോ പൊസിഷനും അവരവരുടേതായിട്ടുള്ള അധികാരമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നമ്മൾക്കുള്ള കുറേ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഉത്തരവാദിത്വം. മാനേജേഴ്സിനാകുമ്പോൾ അവർക്ക് കുറേ അധികാരമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ക്ലർക്കുകൾക്കാകുമ്പോൾ അവർക്ക് കുറേ അധികാരമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. സാധാരണ ഒരു ലേമാൻ അല്ലെങ്കിൽ പറഞ്ഞ വർക്കർക്കാകുമ്പോൾ അവർക്കും കുറേ അധികാരമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഓരോ പൊസിഷനിലുള്ളതും നമ്മൾ തീരുമാനിക്കുന്നു. എന്നാൽ മാത്രമേ നമ്മൾക്ക് അവർക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ഓരോ വ്യക്തിയുടെയും അധികാരം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് പറയുമ്പോൾ തന്നെ അത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വരിക. അതായത് തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ഇൻഡക്ഷൻ, അതുപോലെ ട്രെയിനിങ്, ഡെവലപ്മെന്റ്, അതുപോലെ അവരുടെ വെൽഫെയർ, അവരുടെ ജോയിൻ ചെയ്യുന്നത് മുതൽ അവർ റിട്ടയർമെന്റ് ആവുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാഫിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് അവർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടാവും, അതിന് ഏറ്റവും നമ്മുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട്, അതുപോലെ സാലറി തീരുമാനിക്കും, അവർക്ക് പല രീതിക്കുള്ള കാര്യങ്ങൾ, ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് ലേബർ വെൽഫെയർ മെഷേഴ്സ് എല്ലാം എടുക്കുന്നുണ്ട്. അവർക്ക് നല്ല രീതിക്ക് നമ്മുടെ ബിസിനസ്സിൽ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒരു എന്റർപ്രണർ അങ്ങനെ ആയിരിക്കണം. ആ തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു എന്റർപ്രണറുടെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഒരു മാനേജീരിയൽ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾക്ക് സബോർഡിനേറ്റ്സിനെ നമുക്ക് നല്ല രീതിക്ക്, അതായത് കീഴ് ജീവനക്കാരെ നല്ല രീതിക്ക് നയിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലും പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സൂപ്പർവൈസ് ചെയ്യണം, അവരെ മേൽനോട്ടം വഹിക്കണം, അവർ കറക്റ്റായി വർക്കെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ മോട്ടിവേഷൻ, അവരെ എപ്പോഴും നമ്മുടെ ലക്ഷ്യം നേടാനായിട്ട് ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റും എന്നുള്ള രീതിക്ക് അവരെ പോസിറ്റീവ് ആയിട്ടൊരു മോട്ടിവേഷൻ നൽകണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ട് എപ്പോഴും ആശയവിനിമയം നടത്തണം. തൊഴിലാളികളെ അവർ വെറുതെ വർക്ക് ചെയ്യുക, മാനേജർ അവരുടെ ക്യാബിനിൽ മിണ്ടാതിരിക്കുക, അങ്ങനെയല്ല. അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അത് പരിഹരിക്കാനായിട്ട് ഒരു എന്റർപ്രണർ ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ. അവരുടെ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നല്ല രീതിക്ക്, അതായത് തൊഴിൽപരമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അതുപോലെ അവരുടെ ഈ പറഞ്ഞ പോലെ ഇൻഫോർമലായിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന രീതിക്ക് ഉള്ള കാര്യങ്ങൾ എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതെല്ലാം പരിഹരിച്ചു കൊടുക്കുക. അതെല്ലാം ഒരു എന്റർപ്രണറുടെ ഫംഗ്ഷനാണ്. അതുപോലെ പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. ഒരു നല്ല എന്റർപ്രണർ ആവാൻ വേണ്ട ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ഫംഗ്ഷൻ, എന്റർപ്രണറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് തൊഴിലാളികളെ ലീഡ് ചെയ്യാനുള്ള കഴിവ്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്, അവരെ പ്രചോദിപ്പിക്കാനുള്ള ഒരു കഴിവ് ഒരു ലീഡറെ കണ്ടു വേണം അവരുടെ സബോർഡിനേറ്റ്സ്, അവരുടെ കീഴ് ജീവനക്കാർ പഠിക്കാനായിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നു, അതിനനുസരിച്ച് അതുപോലെ ആവാനായിട്ട് ഓരോ വ്യക്തികളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഓരോ വ്യക്തികളെയും സ്വാധീനിക്കാനായിട്ട് ഒരു എന്റർപ്രണർക്ക് കഴിയണം. അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, നല്ല രീതിക്ക് കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. പിന്നെ അവസാനമായിട്ട് ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരമാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇത്ര രൂപ നമ്മൾക്ക് ഈ വർഷം ലാഭം കിട്ടും, 1 കോടി രൂപ ലാഭം കിട്ടണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ ആക്ച്വലായിട്ട് നമ്മളുടെ ലാഭം ഒരു 70 ലക്ഷം രൂപയെ ലാഭം കിട്ടിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു 30 ലക്ഷത്തിന്റെ കുറവ് സംഭവിച്ചു, എന്താണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ലാഭം കിട്ടാത്തത് എന്ന് നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കൺട്രോളിംഗ് ഫംഗ്ഷനും ഒരു എന്റർപ്രണർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയാണ് മാനേജീരിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നല്ല രീതിക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, സ്റ്റാഫിംഗ് നടത്തണം, ഡയറക്റ്റിംഗ്, അതുപോലെ തന്നെ കൺട്രോളിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാനേജീരിയൽ ഫംഗ്ഷൻസിൽ പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്
കമേഴ്ഷ്യൽ ഫങ്ഷൻസ് ആണ്. കമേഴ്ഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട, അതായത് നമ്മൾക്കൊരു ബിസിനസ് ആകുമ്പോൾ അതിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കണം. അതിനുവേണ്ടി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള കഴിവ്, അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു എൻ്റർപ്രനർ നോക്കിയിരിക്കണം. ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, സപ്ലയേഴ്സ് ആരൊക്കെയാണ്, എത്ര രൂപയ്ക്കാണ് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, എത്ര ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് ആണ് എന്നുള്ളതെല്ലാം ഒരു എൻ്റർപ്രനർ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ പ്രൊഡക്ഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വിപണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് വിൽക്കാനായിട്ടുള്ള സംവിധാനങ്ങളും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വിൽപ്പന നടത്തേണ്ടത്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, അതായത് എങ്ങനെ നമ്മൾ ഹോൾസെയിലർ, റീറ്റെയിലർ, മൊത്തക്കച്ചവടക്കാർ, ചില്ലറ കച്ചവടക്കാർ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പ്രോഡക്റ്റ് നമ്മളുടെ വീടുകളിൽ എത്തുന്നത്. അല്ലാതെ ഡയറക്റ്റായി ഉണ്ടാക്കിയ ആൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരികയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ കടകൾ, ഷോപ്പുകളിലൂടെ നമ്മളുടെ കയ്യിൽ എത്തുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള ഡിസ്കൗണ്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, അഡ്വർടൈസ്മെൻറ്റ് എന്തൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എൻ്റർപ്രനർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതെല്ലാം എൻ്റർപ്രനറുടെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾക്ക് പറയാം. അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പേഴ്സണൽ ഫംഗ്ഷൻ. പേഴ്സണൽ പറയുമ്പോൾ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പേഴ്സണൽ ഫംഗ്ഷൻസിൽ വരുന്നത്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അത് പരിഹരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്, അവരുടെ പ്രശ്നങ്ങൾ, ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് മെക്കാനിസം ഒക്കെ ഒരു എൻ്റർപ്രനർക്ക് അറിഞ്ഞിരിക്കണം. അതായത് പ്രശ്ന പരിഹാരങ്ങൾ, ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പഠിച്ച് അത് അവർക്ക് സൊല്യൂഷൻസ്, അവർക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കാൻ പറ്റും. അവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ നല്ല രീതിക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നല്ല രീതിക്ക് പരിഹരിക്കാനായിട്ട് ഒരു എൻ്റർപ്രനർക്ക് കഴിയണം. അതും ഒരു എൻ്റർപ്രനറുടെ ഫംഗ്ഷനായിട്ട് നമ്മൾക്ക് പറയാം. അതുപോലെ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഫിനാൻസ്, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പണം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ജീവരക്തമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. നമുക്ക് പണം നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് അത് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം, അതായത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സ്വന്തം പണം ഉപയോഗിക്കണോ, പുറത്തുനിന്നും കടം വാങ്ങണോ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തായിരിക്കണം, മൂലധനം എങ്ങനെയൊക്കെ സ്വരൂപിക്കാം, അത് എത്രയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്, എത്രയാണ് നമ്മുടെ ആവശ്യകത, ഓവർ ക്യാപിറ്റലൈസേഷൻ ആണോ, അണ്ടർ ക്യാപിറ്റൽ, എത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് പറയാം. അതായത് ഒരുപാട് പണം ഉപയോഗിക്കാൻ പാടില്ല, അതേസമയം ആവശ്യത്തിനുള്ള പണം ഉണ്ടാവാതിരുന്നാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു പണം നമ്മൾക്ക്, അത് ക്യാപിറ്റൽ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളതിൽ പ്രവർത്തനം, അതായത് നമ്മളുടെ ഒരു ഡേ ടു ഡേ അഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. ഡെയിലി നമുക്ക് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം ക്യാഷ്. അപ്പോൾ ആ ക്യാഷ് എത്ര മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്കിപ്പോൾ ആദ്യം കുറേ പണം ചിലവാകും. തുടക്കത്തിൽ നമുക്ക് ഒരു ഫിക്സഡ് അസറ്റ്സ് എല്ലാം വാങ്ങാൻ നമുക്ക് ഒരുപാട് പണം, മെഷീൻസ് വാങ്ങാനും ലാൻഡ് വാങ്ങാനും ബിൽഡിംഗ് കെട്ടാനും എല്ലാം ഒരുപാട് പണം ചിലവാകും. പിന്നീട് നമ്മൾക്ക് ബിസിനസ്സിൻ്റെ ദൈനംദിന ചിലവുകൾക്കായിട്ട് ചെറിയ രീതിയിലുള്ള എമൗണ്ട് നമ്മൾ കൈവശം എപ്പോഴും വെക്കണം. അപ്പോൾ അത് എത്ര വെക്കണം എന്നുള്ള കാര്യമെല്ലാം നമ്മൾ തീരുമാനിക്കണം. അത് എൻ്റർപ്രനറുടെ ആ ഒരു ഫംഗ്ഷനാണ്. അവരാണ് തീരുമാനിക്കുന്നത് എങ്ങനെ എത്രത്തോളം ക്യാഷ് വേണം കൈവശം വെക്കേണ്ടത് എന്നുള്ളതെല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ അവസാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം, ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ എല്ലാം കറക്റ്റായ ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന സംഭവമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ബുക്സിൽ എഴുതി വെക്കുന്ന സംഭവം, അത് ഒരു എൻ്റർപ്രനറുടെ ഫംഗ്ഷനാണ്. അതും നമ്മൾ ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ വെറുതെ നമ്മളെല്ലാം മനസ്സിൽ ഓർത്ത് വെക്കാനും പറ്റില്ല. ചെറിയൊരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിൽ ഓർത്ത് വെച്ച് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. എങ്കിൽ തന്നെ നമ്മളൊന്ന് എഴുതി വെക്കുമല്ലോ. അതേപോലെ വലിയ കമ്പനികളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ബുക്സ് ഒക്കെ ആക്കി പ്രിപ്പയർ ചെയ്ത്, ജേണൽ, ലെഡ്ജർ, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് ബുക്സിൽ അത് എഴുതി വെച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് അക്കൗണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു എൻ്റർപ്രനറുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ്. പ്രധാനമായിട്ടും നമ്മൾ ഫങ്ഷൻസ് ഓഫ് ആൻ എൻ്റർപ്രനർ എന്ന് പറയുന്നത് 4 ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാം. എൻ്റർപ്രനൂറിയൽ ഫങ്ഷൻസ്, പ്രൊമോഷണൽ ഫങ്ഷൻസ്, മാനേജറിയൽ ഫങ്ഷൻസ്, അതുപോലെ കമേഴ്ഷ്യൽ ഫങ്ഷൻസ്. അപ്പോൾ അതിൽ എൻ്റർപ്രനൂറിയൽ ഫങ്ഷൻസിൽ 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇന്നൊവേഷൻ, റിസ്ക് ടേക്കിംഗ്, ഓർഗനൈസേഷൻ ബിൽഡിംഗ്. ഇത് 3ആണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള എൻ്റർപ്രനൂറിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിന് പുറമെ കുറേ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. പ്രൊമോഷണൽ ഫങ്ഷൻസിൽ ഡിസ്കവറി, അതായത് ഡിസ്കവറി ഓഫ് ആൻ ഐഡിയ,
ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ, അസംബ്ലിംഗ് ദ റിക്വയർമെന്റ്, ഫിനാൻസിങ് ദി പ്രപ്പോസിഷൻ. ഇതും ഒരു എന്റർപ്രണറുടെ പ്രൊമോഷൻ ഫംഗ്ഷൻസ് ആണ്. അതുപോലെ മാനേജീരിയൽ ഫംഗ്ഷൻസ്, അതിലും നമ്മൾ പറഞ്ഞു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, കോർഡിനേഷൻ, കൺട്രോളിങ്. അതുപോലെ കമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പേഴ്സണൽ, അക്കൗണ്ടിങ്, അതുപോലെ ഫിനാൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എന്റർപ്രണറുടെ ഫംഗ്ഷൻസ് ആയിട്ട് പറയുന്നത്. വളരെ ബ്രോഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു എന്റർപ്രണർ ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.